ആക്സിഡന്റ് പറ്റി ക്യാൻസർ രോഗം വന്ന് ഹാർട്ട് രോഗം വന്ന് പണിയില്ല നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ മുഴുവൻ കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെല്ലാം പ്ലേസ് ചെയ്യും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആരോഗ്യമുള്ള ഡ്രൈവറും കണ്ടക്ടറും ലൈനിൽ പോവുക. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. വെൽഫെയർ അസോസിയേഷൻ ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒട്ടനവധി നിരപരാധികളായ ആളുകൾ രോഗാവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്ന ഒരു സ്ഥാപനത്ത് ആണ് KSRTC. ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം ഒരു കാര്യത്തിൽ ശക്തമായ രീതിയിൽ ക്യാൻസർ രോഗികളും ഹൃദ്രോഗികളും പോലെയുള്ള ആളുകൾ സർവീസിൽ പോകേണ്ടതില്ല, അവരെ മറ്റു ജോലികളിൽ വിന്യസിക്കും, ആരോഗ്യമുള്ള ഡ്രൈവറും കണ്ടക്ടറും ലൈനിൽ പോയാൽ മതി എന്നുള്ള പ്രസ്താവനയെ വെൽഫെയർ അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുക. കാരണം ഇതിനു മുമ്പ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ ആരും നടത്തിയിട്ടില്ല. ഇപ്പൊ MD മാരായിട്ട് വന്നിരുന്ന ചില ആളുകൾ ആരോഗ്യാവസ്ഥയില്ലാത്തവർ പിരിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കാലഘട്ടം KSRTCയിലുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് മന്ത്രി കടന്നു വന്നിട്ടുള്ളതും ഞങ്ങളിൽപ്പെട്ട രോഗാതുരമായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ബോധ്യത്തിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തിയതും സ്വാഗതാർഹമാണ്. ഇനി ഇതൊരു ഉത്തരവായി അങ്ങ് KSRTC MDക്ക് നൽകുകയും അത് ഡിപ്പോ തലത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ കരുതുന്നത്. അതിനാൽ അങ്ങേക്ക് നന്ദി അറിയിക്കുക. പിന്നെ രണ്ടാമത് ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുള്ള ഈ അവശത അനുഭവിക്കുന്ന രോഗാതുരമായിട്ടുള്ള ആളുകൾക്ക് നൽകപ്പെടുന്ന ഈ ലൈറ്റ് ഡ്യൂട്ടികൾ, ആ ലൈറ്റ് ഡ്യൂട്ടികളിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ആ ലിസ്റ്റിൽ ഏതാണ്ട് 10-60 പേരുള്ളതിൽ ഒരു ഡ്രൈവറുടെ പേര് മാത്രമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വേറെ ആരും ഡ്രൈവർമാരായിട്ട് കണ്ടില്ല. അപ്പോൾ ഏറ്റവും അധികം KSRTCയിൽ രോഗികളായിട്ടുള്ളത് ഡ്രൈവർമാരാണ്. ആ ഡ്രൈവർമാർ തന്നെ ഹൃദ്രോഗവും ക്യാൻസർ രോഗവുമുള്ള ആളുകളുണ്ട്. മെക്കാനിക്കൽ വിങ്ങിലും കണ്ടക്ടർ വിങ്ങിലും ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഡ്രൈവർ വിങ്ങിലാണ്. പക്ഷേ ഇവിടെ ഈ ലിസ്റ്റ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രൈവർമാർ ഒരാൾ മാത്രമായി മാറ്റപ്പെട്ടു പോയത് എന്ന് അങ്ങ് പരിശോധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം, KSRTC ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ട്രേഡ് യൂണിയൻ, രാഷ്ട്രീയ ട്രേഡ് യൂണിയന്റെ, പ്രത്യേകിച്ച് ഭരണകക്ഷി യൂണിയന്റെ അപ്രമാദിത്യവും സ്വാധീനവും കൊണ്ട് അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടാതെ പോകുന്നുണ്ട്. വെൽഫെയർ അസോസിയേഷൻ ഇത് ആവശ്യപ്പെടാൻ കാരണം 2013 കോഴിക്കോട് വെച്ച് ചുരത്തിൽ MK മോഹൻ എന്ന് പറയുന്ന കോഴിക്കോട് ഡിപ്പോയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, അദ്ദേഹം ഹൃദ്രോഗാവസ്ഥയിൽ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഒരു അതർ ഡ്യൂട്ടി കിട്ടാതെ ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ, ഡിപ്പോ അധികാരികൾ നിർബന്ധിച്ച് ജോലിക്ക് പറഞ്ഞയക്കുകയും ചുരത്തിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഇട്ട് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച് സ്റ്റീറിംഗിൽ തലചായ്ച്ച് സ്വന്തം ജീവൻ വെടിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ കാലങ്ങളായി വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ട് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രോഗിയാണ്, തീരെ വയ്യ എന്ന് കാണുന്ന ഒരുത്തനെ നിർബന്ധിച്ച് ജോലിക്ക് വിടും, അല്ലെ നിനക്ക് ജോലി ഇല്ലെന്ന് പറയുക, മരിച്ചാലും വേണ്ടില്ല പോയേക്കാമെന്ന് കരുതി ലൈനിൽ വണ്ടി ഓടിക്കുന്ന ഹൃദ്രോഗികളും ക്യാൻസർ രോഗികളുമായ ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരൊക്കെ മറ്റുള്ളവരുടെ ജീവന ഭീഷണിയും കൂടിയാണ്, യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ജീവന ഭീഷണിയാണ്. അത് പല പ്രാവശ്യം ഞാൻ ഈ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഈ ഒരു തീരുമാനമെടുത്ത മന്ത്രിക്ക് അഭിനന്ദനം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇത് സുതാര്യമായി നടപ്പിലാക്കുവാൻ, ഇതിനെക്കുറിച്ച് പരിശോധിക്കുവാൻ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെടെ മന്ത്രിയുടെ ശ്രദ്ധ പതിക്കുവാൻ. ഇപ്പോൾ ഈ ഒരു ഡ്രൈവറെ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള ലൈറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളൂ. ഒട്ടനവധി ആളുകൾ, ഏകദേശം ഈ ഹൃദ്രോഗ ബാധിതരായി ചികിത്സ തേടുന്ന 2000-ഓളം ഡ്രൈവർമാരുണ്ടെന്നാണ് പണ്ടൊരു കണക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴും ആ കണക്കിനൊരു കുറവുമില്ല. ഒരു ഡിപ്പോയിൽ പരിശോധിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 പേര് ഈ ഹൃദ്രോഗാവസ്ഥയിലുണ്ട്. ബൈപ്പാസ് കഴിഞ്ഞവർ തന്നെ 10-250 ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ആ തീരുമാനത്തെ വെൽഫെയർ അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു. ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആവശ്യം മന്ത്രി അംഗീകരിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഉത്തരവ്, മന്ത്രിയുടെ വാക്കാലുള്ള ഈ നിർദ്ദേശം ഉത്തരവായി കടന്നു വരികയും അത് ഡിപ്പോ തലത്തിൽ ഈ രാഷ്ട്രീയത്തിനുപരിയായി, ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിനുപരിയായി അർഹതപ്പെട്ടവർക്ക് അത് ലഭ്യമാകും എന്നാണ് വെൽഫെയർ അസോസിയേഷൻ കരുതുന്നത്. നന്ദി. Thank you.